നമസ്കാരം. സുഹൃത്ത് ബന്ധങ്ങളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ സമയങ്ങളിൽ പല പല ഫ്രണ്ട്സുമായിട്ടും നല്ല നല്ല കമ്പനികളുണ്ടാവും. പക്ഷെ അത് സ്ഥായിയായിട്ട് പലരുടെയും നിൽക്കുന്നത് കാണാറില്ല, എൻ്റെ ഉൾപ്പെടെ. കൂട്ടുകാരിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കുറച്ച് പേര് പോകുന്നു, വേറെ 2 പേര് വരുന്നു, കുറെ കഴിയുമ്പോൾ പുതിയ 2 ആൾക്കാർ വരുന്നു, പഴയ ആൾക്കാർ 2 ആൾക്കാർ പോകുന്നു, അങ്ങനെ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കുറേ വീക്ഷിച്ചിട്ടുണ്ട്. പല ആളുകളുടെ കാര്യങ്ങളിൽ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സ്ഥായിയായിട്ട് കൂട്ടുകാർ, ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സുകൾ സ്ഥായിയായിട്ട് എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളെ പറ്റിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയേക്കണമെന്ന് വെച്ചാൽ, നമ്മളുടെ സോളിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള കുറേ കണക്ഷൻസ്, ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, പാസ്റ്റ് ലൈഫിലുള്ള കുറേ ആളുകൾ, കുറേ സോളുകൾ നമ്മൾ ഓരോ സമയങ്ങളിൽ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ അയാൾ വരുന്നത് നമ്മുടെ ഒരു സഹായം മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ അയാൾ നമ്മളെ സഹായിക്കാനായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡ്, ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വരെയുള്ള അയാളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക. പിന്നെ അയാളെ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ അയാളുടെ ഇപ്പോൾ മൊബൈലൊക്കെ ഉള്ളതിൻ്റെ പേരിൽ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അയാളെ നമുക്ക് അതിനെപ്പറ്റി ഓർക്കുകയോ അല്ലെങ്കിൽ അയാൾ നമ്മളെപ്പറ്റി ഓർക്കുകയോ എവിടെ ഇരുന്ന് നമുക്ക് അറിയാത്ത എത്രയോ ആൾക്കാർ, ഒരുപാട് പേരുണ്ട് അങ്ങനെ. അപ്പോൾ അതൊരു സോൾ കോൺട്രാക്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഇപ്പം നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നു. 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ 10ാം ക്ലാസ്സിലെത്തി. അപ്പോൾ അതിനകത്ത് എത്ര ഫ്രണ്ട്സ് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു എന്നുള്ളതാണ്. എന്നാൽ ചിലർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഞാനും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ എണ്ണം വളരെ കുറവുള്ള ഒരാളാണ്, വളരെ കുറവാണ് ഫ്രണ്ട്സുകൾ ഇതുപോലെ വരികയും പോവുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ആലോചിക്കും, ഇതിനെപ്പറ്റി ആലോചിക്കുന്നു. എനിക്ക് എന്തെങ്കിലും വല്ല ഒരു ക്യാരക്ടറിൽ എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം, ഞാൻ എൻ്റെ പെരുമാറ്റത്തിൻ്റെ ആണോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ കൂടി ഡീപ്പായിട്ടുള്ള നോളജുകൾ വന്നപ്പോഴാണ് അതിൻ്റെ ഈ റീസൺ എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ ഒരു പോയ ആൾ കുറേ കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും വിചിത്രമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു സംഗതി എന്താ അറിയുമോ? ഇതൊക്കെ ശരിയാണ്, സോൾ പ്ലാനാണ്, കോൺട്രാക്റ്റാണ്, സംഗതിയൊക്കെ. ഒരു ആൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ അനുഭവം ഉണ്ടാവും, ഓരോരുത്തർക്കും ഉണ്ടാവും അനുഭവം. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് നമ്മൾ ചിലപ്പോൾ 99 സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവും. മൊത്തം 100 സഹായങ്ങളിൽ 99 എണ്ണം അയാൾക്ക് ഗുണകരമായ സഹായങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സഹായങ്ങളും ഇങ്ങനെ ഓരോ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മളപ്പം തന്നെ വീട് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു, അയാൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ഒരെണ്ണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോവും, അല്ലെങ്കിൽ പിഴച്ചു പോകും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു അഭിപ്രായം, സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളും സഹായത്തിൽ വരും കേട്ടോ. ഇപ്പോൾ ഒരു അവരോധിക്കണം, എന്തെങ്കിലും ഇന്ന കാര്യമുണ്ട്, എന്ത് വേണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുന്നു. 99 എണ്ണം കറക്റ്റായി, ഒരെണ്ണം കൊടുത്ത സാധനം തെറ്റിപ്പോയി വെച്ചാൽ അത് തിരിച്ച് റിവേഴ്സ് അടിച്ചു എന്ന് വിചാരിക്കും. ചിലപ്പോൾ ആ ഒരൊറ്റ കാരണം മതി ആ സുഹൃത്ത് നമ്മളെ വിട്ടു പോകാൻ. അപ്പോൾ നമുക്ക് എത്രത്തോളം, പക്ഷെ അയാളത് ഒരിക്കലും പറയണില്ല, ഇന്നതുകൊണ്ടാണ് അയാൾ മാറിപ്പോണെന്ന് പോലും ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നുകൊണ്ട് ഇങ്ങനെ തെന്നി നമ്മൾ കാണുമ്പോൾ മാറിപ്പോകുന്നൊരവസ്ഥകൾ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും, ഓരോ ആൾക്കും ഉണ്ടാവും അനുഭവം, ഒരു സംശയം വേണ്ട. എനിക്ക് ഒരുപാടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമം ഉള്ളിൽ വരും. നമ്മൾ അപ്പോൾ 99 മീൻസ് ഒരു 10 സഹായം, ഇനി 10 എണ്ണത്തിൽ 9 എണ്ണം ശരിയായി, ഒരെണ്ണം തെറ്റിപ്പോയി, അപ്പോഴും തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അപ്പം നമ്മൾ ആ കൊടുത്ത 99 സഹായങ്ങൾക്കും ഒരു 0 വാല്യൂ ഇല്ല, അതിനൊരു നന്മയില്ല എന്നുള്ളൊരു സാധനത്ത് വന്നില്ലേ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകും. സഹായിക്കപ്പെടുന്ന ആൾ, കിട്ടുന്ന അയാൾക്ക് ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി. കാരണം അയാളും ഒരാളെ സഹായിക്കാത്തൊരു മനുഷ്യനായിരിക്കും. ചിലപ്പോൾ അയാൾ എല്ലായിടത്തും സഹായങ്ങൾ മേടിക്കുന്ന ആളായിരിക്കും. ചിലർ സഹായങ്ങൾ എല്ലായിടത്തും വാങ്ങുന്ന ആൾക്കാരുണ്ട്, അവരാർക്കും കൂടെ തിരിച്ചു കൊടുക്കില്ല, സഹായങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കപ്പോൾ അത് പ്രോബ്ലം ഇല്ല, അവരാരും സഹായിക്കണില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പല സമയങ്ങളിലും ആത്മാർത്ഥമായിട്ട്. ഇപ്പോൾ എല്ലാവരും പറയും എനിക്ക് ഇത്തിരി ആത്മാർത്ഥത കൂടുതലാണെന്ന് പറയും. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അത് അറ്റം വരെയും പോയി അവരുടെ കൂടെ സഹായിച്ചിരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മനുഷ്യനാണ് പണ്ടേ പോലെയാണ്.
അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു എമോഷണൽ സാധനം എന്നെ ഭയങ്കരമായിട്ട് നേരത്തെ ഹോൾഡ് ചെയ്യുമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ആ എമോഷണൽ സാധനം റിലീസ് ചെയ്ത് കളയാൻ പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് വിട്ടുമാറിപ്പോയത്. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ വെക്കാതിരിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ തത്വം ഞാൻ നല്ലോണം എന്നിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എൻ്റെ സോളാർ പ്ലക്സിനെ ഞാൻ ബലപ്പെടുത്തി. ഇപ്പോൾ എനിക്കങ്ങനെ പ്രോബ്ലം ഇല്ല. അതങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി, ഇന്നതാണ് സംഗതി. അപ്പോൾ നമ്മൾ ഒരിക്കലും എമോഷണൽ അറ്റാച്ച്മെൻറ്റ് മറ്റുള്ളവരിലേക്ക് വെക്കരുത് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പാഠം. അതേപോലെ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അയാളുടെ നിന്ന് തിരിച്ച് എന്തെങ്കിലും കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആ പ്രതീക്ഷയാണ് നമ്മുടെ ഉള്ളിൽ. നമ്മൾ പറയില്ലേ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തതെന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു കണിക ഉണ്ടാവും, നമുക്കൊരു എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അയാൾ നമ്മൾ സഹായിക്കും എന്നൊരു സാധനം ഉണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്ന ഓരോ ഇങ്ങനെയുള്ള നന്മകളും നമ്മുടെ പ്രകൃതിയുടെ പുസ്തകങ്ങളിൽ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മഹാകാളി ഹീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേരാണ്. അതിന് നമ്മൾ പണം വാങ്ങിയിട്ടൊന്നുമല്ല, നമുക്ക് പറ്റുന്ന സഹായങ്ങൾ, ഗൈഡൻസുകൾ കൊടുക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ മുമ്പ് ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് മഹാകാളിയിൽ ചെയ്യുന്നപ്പോഴാണ് ഞാൻ ഈ പേയ്മെൻറ്റൊക്കെ വാങ്ങി തുടങ്ങിയത്, പൈസയൊക്കെ വാങ്ങി തുടങ്ങി. ഇപ്പോൾ എന്നെപ്പറ്റി ആൾക്കാർ പറയുന്നുണ്ട് പൈസ വാങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പരാതി പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതിൻ്റെ വാല്യൂ എനിക്ക് നല്ലോണം അറിയാം, അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണമെന്ന് അറിയാം, ദുരിതം എന്തോരം എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വയസ്സാം കാലത്ത് ഞാൻ മറ്റുള്ളവരുടെ ദുരിതം മേടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാവണം, ഒരു ഊർജ്ജ വിനിമയം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല. ഞാൻ എന്തിനു മറ്റുള്ളവരുടെ ദുരിതം ചുമ്മാ കയറ്റി തലയിൽ കയറ്റുന്നു? എനിക്ക് മാത്രമല്ലല്ലോ, എൻ്റെ ഫാമിലിയും കൂടി സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ പറയണത്, ഞാൻ നേരത്തെ ചെയ്തിരുന്നതായ കുറേ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സഹായിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളിൽ പ്രകൃതിയുടെ പുസ്തകങ്ങളിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്ന് എൻ്റെ ആ ഒരു കുറച്ചും കൂടി മാറ്റങ്ങൾ എനിക്ക് വന്നത്. അല്ലെങ്കിൽ നാളെ ഇനി എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേറെ ആൾക്കാരുടെ നിന്ന് കിട്ടുമായിരിക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും എനിക്കോ എൻ്റെ ഫാമിലിക്കോ ചിലപ്പോൾ അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ദൈവം നമുക്ക് തരുമായിരിക്കും എന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് പ്രതീക്ഷ ഇപ്പം തോന്നാറുണ്ട് ഇടയ്ക്ക്. കാരണം ആ ഒരു ബ്ലെസ്സിങ്, പ്രകൃതിയുടെ ബ്ലെസ്സിങ് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന്, നമ്മൾ സോളുകൾ കൊടുത്ത സോളിനല്ല, അത് വേറെ സോളിനടുത്തായി കിട്ടുക. എനിക്ക് തന്നെ കിട്ടണമെന്നില്ല, എൻ്റെ കുട്ടികൾക്കോ എൻ്റെ ഭാര്യക്കോ ആവാൻ ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. കാരണം നമ്മൾ ചെയ്തത് വേസ്റ്റായി പോയി എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഒട്ടുമില്ല. അപ്പോൾ നിങ്ങളിൽ പലരും അങ്ങനെ ഒരു നിരാശ ഉണ്ടാവും, ഞാൻ ചെയ്തത് അയ്യോ അത് വേസ്റ്റായല്ലോ, എൻ്റെ സമയം വേസ്റ്റായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാറുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു സമയം വേസ്റ്റ് ആയിട്ടില്ല. നിങ്ങൾ പ്രകൃതിയുടെ നോട്ടത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ കുറേ കർമാസ് ബാലൻസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് ആ ഒരു കിട്ടേണ്ടതായ ബെനിഫിറ്റ് നിങ്ങളുടെ അടുത്ത സന്തതികൾക്ക് വേണമെങ്കിൽ കിട്ടാം. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം, പഴയൊരു കാര്യം ഓർമ്മ വരെയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 10-18 വർഷത്തിന് മുമ്പാണെന്ന് എനിക്ക് തോന്നണം, ഒരു ജർമ്മനിയിൽ നിന്നൊരാൾ, അന്നൊക്കെ ഈ ഒരുപാട് വിദേശികൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു, റിക്കിയുടെ ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മെയിനായിട്ട് റിക്കി ഹീലിംഗാണ് ചെയ്യണം. ജർമ്മൻകാരനാണ് പുള്ളി. സാധാരണ ഒരു നമ്മളുടെ ബനിയനും ഒരു കള്ളിമുണ്ട കൊടുത്തിട്ടാണ് എൻ്റെ ഇത് വന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്ക് ഹീൽ ചെയ്ത് കൊടുത്ത്, നമ്മൾ ആര് വന്നാലും ഒരേപോലെ ചെയ്യും. ആരും ഇത്ര പൈസക്കാരനാണെങ്കിലും പൈസ ഉള്ളവനാണെങ്കിലും അത് ഞാൻ നോക്കാറില്ല, എല്ലാവർക്കും ഒരേപോലെ വിളമ്പുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരു 1 hour ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യുക. അങ്ങനെ 3 days അയാൾ ഫസ്റ്റ് ഡേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞു, 2 more days വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. നെക്സ്റ്റ് ഡേയിൽ പുള്ളി വന്ന് 3-ാം ദിവസം വന്നു. 3-ാം ദിവസം വന്ന് ഇയാൾ 3-ാം ദിവസം ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ എന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഞാൻ അപ്പോഴാണ് ഇയാൾ ശ്രദ്ധിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു കണ്ണിൻ്റെ ഒരു ചൈതന്യമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് മാറി, കുറച്ചും കൂടി പുള്ളി ഭയങ്കര പോസിറ്റീവായി, ഒരു ഫേസൊക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അത് ചെയ്യണ റൂം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുട്ട്, മീൻസ് ലൈറ്റ് കുറഞ്ഞൊരു മുറിയിലാണ് ഞാൻ ഹീലിംഗ് ചെയ്യുന്നത് സാധാരണ. അങ്ങനെ പുള്ളി കുറച്ച് നേരം എന്നെ നോക്കി നിന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്നെ ഹഗ് ചെയ്തു. അപ്പോൾ ആ ഹഗ് ചെയ്തപ്പോൾ അയാളുടെ ആ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു ഊർജ്ജം അയാളുടെ ശരീരത്തിൽ, അയാളുടെ ചക്രാസിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി. പിന്നെ പുള്ളി വീണ്ടും അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോഴെങ്കിലും ജർമ്മനിയിലേക്ക് വരുമെന്ന് വെച്ചു.
അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയം വരുന്നുണ്ട്. ഇതിൽ പൈസയില്ല, പിന്നെ അത്രയും അങ്ങനെ വിദേശത്തേക്കൊക്കെ പോകാനുള്ള അതിനെപ്പറ്റി അത്ര വലിയ നോളജൊന്നും എനിക്കില്ല, എങ്ങനെ പോകണമെന്നൊന്നും എനിക്ക് അറിയാനും പാടില്ല. ഞാൻ പറഞ്ഞ് ഇല്ല, ഒരു സാധ്യതയില്ല, ഞാൻ വരാനായിട്ട് ഒരു സാധ്യതയില്ല, ഞാൻ ആകെ കേരളം വിട്ട് ആകെ പോയേക്കണ തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി പറഞ്ഞ് അപ്പോൾ പിന്നെ ഒന്നുകൂടി പുള്ളി ആലോചിച്ച് എന്നിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ വരുമായിരിക്കും ഇല്ലയെന്ന് വെച്ചു. അതാണ്. അപ്പോൾ അന്ന് എൻ്റെ മോൻ ചെറിയ കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്, അത് അവന് 7-8 വയസ്സായിട്ടേ പ്രായമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ ചെറിയ കുഞ്ഞാണ്, അപ്പോൾ അയാൾ പറഞ്ഞ് അവൻ വലുതാവുമല്ലോ, വലുതാകുമ്പോൾ ജർമ്മനിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ വന്ന് കാണണം, എനിക്ക് 5 ബെഡ്റൂമുള്ള ഒരു ബംഗ്ലാവ് സ്വന്തമായിട്ടുണ്ട്. അയാൾ അപ്പോഴാണ് ഇയാൾ ശ്രദ്ധിക്കണത്, ഇയാൾ വലിയ പൈസക്കാരനാണ്, നല്ല പൈസ ഉള്ള ഒരാളാണ്. എന്നിട്ട് അയാൾ എനിക്കൊരു പേപ്പറിൽ അയാളുടെ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, അന്ന് ഇമെയിലുള്ളൂ, അന്ന് മൊബൈലൊന്നും ഇല്ല സമയത്ത്, ഇമെയിൽ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അതിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് അയാളുടെ പേരും ഡീറ്റെയിൽസൊക്കെ. അയാളുടെ രൂപം വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ ഒരു സ്നേഹം അയാൾ പ്രകടിപ്പിക്കണ എനിക്ക് അതൊരു ടച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അയാളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഹീലേഴ്സിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റക്കി മാസ്റ്ററാണ്, റക്കി ഹീലറാണ്, മാസ്റ്ററല്ല ഹീലർ, ഗ്രേറ്റ് ഹീലറാണെന്നാണ് അയാൾ പറഞ്ഞത്. അതെനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു വാക്കുകളായിരുന്നു. ഞാൻ വളരെ അപൂർവ ആൾക്കാരെ എന്നെ പറയാറുള്ളൂ, സാധാരണ വന്ന് ഹീലിംഗ് ചെയ്ത് പൈസ നിന്ന് പോകലാണ്. അതിപ്പോഴും ഞാൻ അയാളുടെ ഫേസൊക്കെ ഞാൻ ഇപ്പോഴും അയാളുടെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, ടച്ചിങ് ആയിട്ട് ഇരിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതാണ് ഈ എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ റക്കിക്കകത്ത് പറയണത്. നമ്മൾ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നവനായിരിക്കണം എന്നൊരു തത്വമുണ്ട് റക്കിക്കകത്ത്. ആ തത്വമാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. അപ്പോൾ എത്ര രസകരമായൊരു സംഗതിയാണ് അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് തരുന്ന കിട്ടുന്ന സംഗതിയോടുള്ള ആ നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതലായിട്ടുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ളതായ ഒരു സാധനം, ആ സാധനം നമ്മളുള്ളിൽ ഉണ്ടെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് ഏറ്റവും വലിയ സാധനം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ആ സുഹൃത്തുക്കൾ നമ്മളെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നുള്ള ഒരു നെഗറ്റീവായ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ പലരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് നമ്മളോട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയണം, അവരോട് എവിടെ പോയാലും നമ്മൾ അറിയണം, അല്ലെങ്കിൽ വേറെ മറ്റുള്ള സുഹൃത്തുക്കളോടൊന്നും അവരൊന്നും പറയാൻ പാടില്ല, മറ്റുള്ളവരോട് കൂടുതൽ അടുക്കാൻ പാടില്ല എന്ന ഒരു സ്വാർത്ഥ ചിന്താഗതി പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് അവരോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഉടനെ പരിഭവം പറയുക, ഒരുപാട് പരിഭവങ്ങൾ പറയും ഇത്തരം ആൾക്കാർ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നുണ്ട്, പരിഭവങ്ങളേ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അതൊരു നല്ലൊരു ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി വൈഡ് ആംഗിളിൽ ചിന്തിക്കുക. പിന്നെ അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. നമ്മൾ കുറച്ചാൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അവർ പറയും ഭയങ്കര ഹാപ്പി, ഞാൻ അടിച്ച് പൊളിച്ച് ഇവിടെ നടക്കുകയാണ്, അവിടെ പോയി എന്നൊക്കെ പറയും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നുള്ള പറയാൻ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ നിങ്ങളുടെ കേൾക്കുന്ന ഓരോരുത്തരുടെ അടുത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നോക്കിക്കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, നമ്മളുടെ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരാൾക്ക് നമുക്ക് ഹാപ്പിനെസ് തരാൻ പറ്റില്ല, താൽക്കാലികമായിട്ടൊക്കെ തരാൻ പറ്റും, പക്ഷേ ശാശ്വതമായ സന്തോഷം, ഹാപ്പിനെസ്, ലവ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി എന്ന് പറയും. അത് തന്നെയാണ് സംഭവം. നമ്മളുടെ സ്ഥായി ആയിട്ടുള്ള ഹാപ്പിനെസ്, സ്ഥായി ആയിട്ടുള്ള നമ്മുടെ എനർജി, ഇതിനെ നമ്മൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് മനുഷ്യരായിട്ടുള്ള പല ബന്ധങ്ങളിൽ, അടുപ്പങ്ങളിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് നിങ്ങൾ ഇൻവോൾവാണ് ഒരു അമിതമായ രീതിയിൽ. അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ അല്ല, പലരുടെയും പ്രശ്നം. അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം, സമാധാനം കടന്നു വരാനായിട്ട് തുടങ്ങും. അതൊരു സംശയം വേണ്ട. ഇത് എൻ്റെയും കൂടി ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.